പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തെ പറ്റി പോകാൻ തോന്നുന്നു. അവിടെ വ്ളാഡിമിർ സെലൻസ്കിയുമായി മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അല്ലേ? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ സന്ദർശനമാണുള്ളത്? എന്തൊക്കെയാണ് പ്രോഗ്രാംസ്, എങ്ങനെയാണ്? എൽദോ അശ്വതി, ഗുഡ് മോർണിംഗ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ യുക്രൈനിലേക്ക് തിരിച്ചിരിക്കുകയാണ്. പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ യുക്രൈനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഏതായാലും നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം പ്രധാനമന്ത്രിയായി 3ാം തവണയും അധികാരത്തെത്തിയ ശേഷം നരേന്ദ്രമോദി ആദ്യം സന്ദർശിച്ച റഷ്യയായിരുന്നു. ഇറ്റലിയിൽ അദ്ദേഹം ഉച്ചകോടി പങ്കെടുത്തെങ്കിൽ പോലും ഒരു നയതന്ത്ര തലത്തിലുള്ള ചർച്ച എന്ന രീതിയിൽ ആദ്യം സന്ദർശിച്ച രാജ്യം എന്നത് റഷ്യയായിരുന്നു. അത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. പ്രത്യേകിച്ച് യുക്രൈനുമായി റഷ്യ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. പ്രത്യേകിച്ച് സെലൻസ്കി തന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. കാരണം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തലവൻ ഒരു യുദ്ധ കുറ്റവാളിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന് സെലൻസ്കി വിശേഷിപ്പിച്ചത്. മാത്രമല്ല അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അന്ന് ആശങ്ക ഉയർത്തുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏതായാലും യുക്രൈൻ സന്ദർശനം നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അവരുമായുള്ള സൗഹൃദം അനിവാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഏതാണ്ട് 40% അത് റഷ്യയിൽ നിന്നാണ്. മാത്രമല്ല ഇന്ത്യയുടെ സൈനിക തലത്തിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഭൂരിഭാഗവും ഏതാണ്ട് 60% റഷ്യ നിർമ്മിതമോ അല്ലെങ്കിൽ റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. ഉക്രൈൻ്റെ കാര്യത്തിൽ വരുമ്പോഴും അതുണ്ട്. പ്രത്യേകിച്ച് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ് യുക്രൈൻ. അപ്പോൾ യുക്രൈൻ നിർമ്മിത ആയുധങ്ങളും ഇത്തരത്തിൽ ഇന്ത്യ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സിയാച്ചിനിലും മറ്റും ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും യുക്രൈനിലാണ്. അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് അവരുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളുമായുള്ള മികച്ച സൗഹൃദം ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമാണ്. അപ്പോൾ ഇന്ന് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആദ്യം മുതൽ ഇന്ത്യ നിലപാട് ആവർത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായിരിക്കും പ്രധാനമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ പറയുക? പ്രത്യേകിച്ച് യുദ്ധമടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്നുള്ളത് നിർണായകമാണ്. അക്കാര്യവും ലോകരാജ്യങ്ങൾ ഏതായാലും ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കുന്നുണ്ട്. എൽദോ, അശ്വതി.